കേരളപ്പിറവിയെ ആഘോഷമാക്കി ഗാന്ധിഭവനിൽ കൈരളി വന്ദനവും അക്ഷരപൂജയും നടന്നു. മാതൃത്വത്തെ ആദരിക്കുക, മലയാളത്തെ അംഗീകരിക്കുക എന്ന സന്ദേശമുയർത്തി അഗതികളുടെ ആശ്രയകേന്ദ്രമായ ഗാന്ധിഭവനിൽ നടന്ന കൈരളി വന്ദനം ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. മാതൃഭാഷയെയും മാതൃനാടിനെയും വണങ്ങി പ്രശസ്ത നർത്തകി ലക്ഷ്മി ഹരിലാലും സംഘവും കൈരളി വന്ദനവും അക്ഷരപൂജയും എന്ന പേരിൽ അവതരിപ്പിച്ച നൃത്ത സംഗീത പരിപാടി കാഴ്ചയുടെ വേറിട്ട അനുഭവമായി മാറി. മലയാളത്തിന്റെ സ്വന്തം കലയായ കഥകളിയിലൂടെ സമാഹരിച്ച് ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛന് പ്രണാമം അർപ്പിച്ചും വള്ളത്തോളിന്റെ ഭാഷാ മഞ്ജരിയിലെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിനോ പെറ്റമതൻ മാതൃഭാഷ എന്ന കവിതയിലൂടെ നൃത്ത സന്ദേശ കാവ്യം ഒഴുകി നീങ്ങി. വശ്യസുന്ദരമായ മലയാള ഗാനങ്ങളുടെ പിൻബലത്തിൽ ലക്ഷ്മി ഹരിലാലും സംഘവും കൈരളിയെ വണങ്ങി. പതിനിസ്വരം ചെയ്തപ്പോൾ പ്രേക്ഷകർക്ക് അത് ആത്മാനന്ദകരമായ ഒരു അനുഭവമായി മാറുകയായിരുന്നു. മലയാളത്തെയും മലയാള നാടിനെയും ആദരിച്ചുകൊണ്ട് പല കലാവിരുന്നുകളും ഇതിനു മുമ്പ് അവതരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കൈരളി വന്ദനം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. അരങ്ങിലെത്തിയ കലാകാരികൾ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ പോലും അക്ഷാലംകൃതമായിരുന്നു. മലയാള ഭാഷയിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നുമെല്ലാം മലയാളി അകന്നുപോകുന്ന സാമൂഹിക സാഹചര്യത്തിൽ മാതൃത്വത്തിന്റെ സ്നേഹവാത്സല്യങ്ങളിലേക്കും മലയാളത്തിന്റെ അമൃതധാരയിലേക്കും കൈരളിയുടെ ഗ്രാമവിശുദ്ധിയിലേക്കും മടങ്ങിപ്പോകുക എന്ന സന്ദേശമാണ് കൈരളി വന്ദനം എന്ന സംഗീത നൃത്തശില്പത്തിലൂടെ ലക്ഷ്മി ഹരിലാലും സംഘവും ആവശ്യപ്പെടുന്നത്. അക്ഷര നക്ഷത്രങ്ങൾ തീർത്ത് മലയാള നാടിനെയും മലയാള ഭാഷയെയും പ്രകാശപൂരിതമാക്കിയ മഹാധരന്മാർക്ക് കൈരളി വന്ദനത്തിലൂടെ അവർ പ്രണാമമർപ്പിച്ചു. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ മുതൽ കവിത്രയങ്ങളായ ആശാനും ഉള്ളൂരും വള്ളത്തോളും ഉൾപ്പെടെ ONVയും സുഗതകുമാരിയും മുതൽ മുരുകൻ കാട്ടാക്കട വരെയുള്ള 50ഓളം കവിശ്രേഷ്ഠന്മാർ ലക്ഷ്മി ഹരിലാലിന്റെ നൃത്തവിരുന്നിലെ നിശ്ചല ദൃശ്യങ്ങളായിരുന്നു. 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കൈരളി വന്ദനത്തിലൂടെ മലയാള ഭാഷയെയും മലയാള നാടിനെയും സർവാദരവോടെ സംരക്ഷിക്കണമെന്ന് ഓരോ മലയാളിയോടും നൃത്തസംഘം ആവശ്യപ്പെടുന്നു. നയനാനന്ദകരവും അനുഭവവും പകരുന്നതുമായ നൃത്താവിഷ്കാരത്തിലൂടെ മലയാള ഭാഷയെയും അതിന്റെ നന്മയും സംരക്ഷിച്ചില്ലെങ്കിൽ മലയാളി തന്നെ ഇല്ലാതാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. വശ്യസുന്ദരമായ നൃത്താവിഷ്കാരം കൊണ്ടും ശ്രവണ മനോഹരമായ സന്നിവേശം കൊണ്ടും അർത്ഥസമ്പുഷ്ടമായ ആഖ്യാന ശൈലി കൊണ്ടും കൈരളി വന്ദനം ആത്മാനന്ദകരമായ ഒരു അനുഭവമായി മാറുകയായിരുന്നു. മാധ്യമ സാംസ്കാരിക പ്രവർത്തകൻ പ്രദീപ് ഗുരുകുലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജനകീയ കവിതാവേദി പ്രസിഡന്റ് KK ബാബു മലയാള സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കന്യാകുമാരിക്ക് ഇടയിലുള്ള സുന്ദരമായ പൂന്തോട്ടമാണ് കേരളം. സസ്യശ്യാമള സലില സമൃദ്ധമായ കേരളത്തെ നമുക്ക് തിരിച്ചെടുക്കാം. ഭക്തിമൂർത്ത ഭ്രാന്തും തിരിച്ചെത്തിയ അനാചാരങ്ങളും എഴുതൊഴിഞ്ഞ് സംസ്കാരത്തിന്റെയും സൂര്യവെളിച്ചം പരത്താനുള്ള ശക്തി ആർജിക്കും. മാതൃഭാഷയുടെയും ഭാഷാപിതാക്കന്മാരായ കവിശ്രേഷ്ഠന്മാരുടെയും ചിത്രങ്ങൾ കൈകളിലേന്തിയാണ് ഭാഷാസ്നേഹികൾ
പ്രതിജ്ഞ ഏറ്റുചൊല്ലിയത്. കവികളും സാംസ്കാരിക പ്രവർത്തകരും ഗാന്ധി ഭവനിലെ വയോവൃദ്ധരും വിദ്യാർത്ഥികളും അടങ്ങുന്ന വൻ ജനാവലി ഭാഷാ സംരക്ഷണ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. മാതൃനാടും മാതൃഭാഷയും ഏതൊരു മലയാളിക്കും പ്രാണവായു പോലെ പ്രാധാന്യമുള്ളതാണെന്ന് കേരളപ്പിറവിയെ വരവേറ്റുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ പ്രതിജ്ഞയെടുത്തു. കൈരളി വന്ദനം നൃത്ത സംഗീത ശില്പം അവതരിപ്പിച്ച ലക്ഷ്മി ഹരിലാലിനെ ഗാന്ധിഭവൻ വൈസ് ചെയർപേഴ്സൺ പ്രസന്ന സോമരാജൻ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.